ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്താ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. മിക്കവാറും ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് പോവാറ്. ഇപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ നടന്നാണ് പോകുന്നത്. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാണ്. ഒരു മഴയുടെയും കൂടെ കുറവുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, രാവിലെ ഒരു PSC എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാമൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അമ്മയില്ല കേട്ടോ, ഞാൻ തന്നെയാണ് പോകുന്നത്. അമ്മ കൊല്ലത്താണ്, രമേശിൻ്റെ അടുത്താണ്. പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് വൈകി, കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. പനിയും ജലദോഷമൊക്കെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശബ്ദമൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അങ്ങനെ 2 ദിവസം മാമൻ്റെ വീട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മേമയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ പിറ്റേ ദിവസമാണ് വന്നത്. ഞാൻ ശനിയാഴ്ച പോയി, അവർ സൺഡേ ആണ് വന്നത്. പിന്നെ മൈലാഞ്ചി ഇടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ കയ്യിലൊരു മൈലാഞ്ചി ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിരുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിസൈനൊക്കെ ചെയ്ത് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ആവേശമായി. അങ്ങനെ എല്ലാവരും ഇരുന്ന് മൈലാഞ്ചിയൊക്കെ ഇടുമായിരുന്നു. ഞാനൊരു പരീക്ഷണാർത്ഥം കയ്യിലിട്ടതാണ്. ആദ്യമായിട്ടാണ് ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടുന്നത്, ഞാൻ സ്വന്തമായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടലൊക്കെ ആയിരുന്നു കേട്ടോ. മേമയുടെ മോള് മിന്നൂസാണ് കേട്ടോ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നത്. എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നൈസായിട്ട് ഒഴിവായി. എനിക്ക് അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ തന്നെ ഇടുന്നത്. എനിക്കങ്ങനെ ഇട്ട് കൊടുക്കാനൊന്നും ഡിസൈൻ വരയ്ക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മിന്നൂസ് എല്ലാവർക്കും ഇരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിച്ച് പിടിച്ചിരിക്കുക. ഞങ്ങളിതാ ഉച്ചയ്ക്ക്, ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി. എല്ലാവരും കൂടെ മാമൻ്റെ വീട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയും പാട്ടൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ശിവാനിക്കുട്ടിയും കൂടി റീലൊക്കെ ചെയ്തു. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുന്നൊരിക്കൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത് ശരിക്കും ഞങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നടിച്ചു പൊളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ താറാവ് കാണാൻ പോകണമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ശിവാനിക്കുട്ടി ഒന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് സോപ്പിടാലോ എന്ന് കരുതി ഞങ്ങൾ താറാവിനെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റൊക്കെ വാങ്ങിത്തരാം, താറാവിനെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളുടെ പിണക്കം മാറാൻ കുറച്ച് സമയമെടുക്കും. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി കഴിഞ്ഞ് അടിപൊളിയാണ്. മേമയുടെ മക്കളും മാമൻ്റെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരും. ഞാൻ വളരെ കുറവാണ് കേട്ടോ പോകുന്നത്. ഞാൻ വളരെ കുറവാണ്. പോയാലും ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം പോരും. പഠിക്കാനുണ്ട്, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് പെട്ടെന്ന് പോരും. നിൽക്കുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ 2 ദിവസം നിൽക്കാമെന്ന് കരുതി. 2 കേട്ടോ, ഞാൻ 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം കളി ഉണ്ടായിരുന്നു കേട്ടോ, വേൾഡ് കപ്പ് ഫൈനലിൽ. അപ്പോൾ അതും കൂടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കായിരുന്നു. ആള് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ വാങ്ങി താറാവിനെ കാണാൻ പോകാം, താറാവിനെ കാണിക്കാൻ കൊണ്ടുപോകും, ഐസ്ക്രീം വാങ്ങി തരുമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ കണ്ണൻ, ആ ബ്ലൂ ടീഷർട്ട്, അവനാണ് പറഞ്ഞത് താറാവിനെ കാണിക്കാൻ കൊണ്ടുപോകും, ഐസ്ക്രീം വാങ്ങി തരുമെന്ന്. അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ താറാവിനെ കാണാൻ പോകാൻ കേട്ടോ. അവിടെ താറാവൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വൈകുന്നേരേ വരുള്ളൂ. നമ്മൾ വെറുതെ ചുമ്മാ അവിടെയൊക്കെ നടന്ന്, അവിടെ ഒരു മാമൻ്റെ വീടുണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ പോയി ചുമ്മാ പാടത്തൊക്കെ കാഴ്ച കണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാണാം. അതിന് കൊടുക്കടാ. തങ്കത്തിനെടുത്തോ അച്ചടക്കില്ലാണോ ആർക്ക്? എവിടെ നോക്ക്. അയ്യേ പട്ടിക്കുട്ടി കാണണ്ട, എനിക്ക് കൈ എഴുതാൻ വയ്യ. തങ്കം ഐസ്ക്രീം കഴിച്ചാ? കറി കഴിച്ചാ നീ? എങ്ങനെയുണ്ടായിരുന്നു? പറ. നല്ല രസമുണ്ടായിരുന്നു പറ.
പേപ്പറിലടി ശിവാനി റോഡിൽ നോക്കിയാ പോവാം ഞങ്ങൾ വരണ്ട തങ്ക നോക്കിയാ നോക്ക് ശരിക്കും കുഞ്ഞമ്മ ആരുമില്ല അവന് വൈലറ്റ് ഇങ്ങനെ ആക്കി അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യാം അങ്ങനെ പിന്നെ വൈകുന്നേരം എന്താ മേഘനക്കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് തന്നു. ഈ ഒരു ചായ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു വട്ടം കൂടി ചായ കുടിക്കാനായിട്ട് കണ്ണോത്തുപാടത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞ് റെഡി ആയിട്ട് ഞങ്ങൾ ഇതാ കണ്ണോത്തുപാടത്തേക്ക് പോവാണ്. ഞാനും മേഘനയും ജിഷയും ഇതുട്ടനും പിന്നെ പൊന്നൂസും മിന്നൂസും 2 വീലറാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ 6 പേരും കൂടി കണ്ണോത്തുപാടത്തേക്ക് പോവാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എത്ര വന്നാലും മതിയാവാത്തൊരു സ്ഥലമാണ്. മിക്കവാറും മാമൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ മഴ സമയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാനായിട്ട് വന്നത്. ഇന്നിപ്പോൾ ഇതാ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോയിരുന്നു. അപ്പോൾ 2 സ്പോട്ടിൽ പോയി കണ്ണോത്തുപാടത്തേക്കും. 2 സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങോട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാനൊന്നും ഒരു തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. എനിക്കറിയണ്ടായിരുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വിദൂട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്തേക്കായിരുന്നു പോയിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഇതാ ഈ ഒരു സ്ഥലത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും താമസിയാതെ ഇപ്പോൾ തിരക്കൊക്കെ ആയി വരും. എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറേ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തത്. കാരണം വിശപ്പില്ല. നമ്മളൊരു ചായ കുടി കഴിഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞത് കൊള്ളിയും മുട്ടയായിരുന്നു കേട്ടോ. അത് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും എന്താ കട്ടൻ ചായയൊക്കെ പറഞ്ഞു. അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയും സ്ഥലത്ത് വരുന്നത്.
ഇത് കണ്ണൂത്തുപാടത്തല്ല കേട്ടോ, അങ്ങോട്ടേക്ക് എത്തണ്ട, കുറച്ചും കൂടെ അടുത്താണ്. നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മധുക്കര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, മധുക്കരയിലോട്ട് പോകുന്ന വഴിക്കാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഒരു സൈഡിൽ ചാലൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഞങ്ങൾ പറഞ്ഞ സാധനം എത്തി, പുള്ളിയും മുട്ടയായിരുന്നു. പിന്നെ ഇതാ കട്ടൻ ചായ ആയിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു, നല്ല വൈബായിരുന്നു. ഈവനിങ് സമയത്തൊക്കെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ണൂർപ്പാടത്തൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ഫുഡൊക്കെ കിട്ടാനും ഓർഡർ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല താമസമാണ് കിട്ടാനൊക്കെ. പിന്നെ നമ്മളെപ്പോഴും പോകുന്നതായിരുന്നു കണ്ണൂർപ്പാടത്ത്. അപ്പം ഒന്ന് മാറ്റി പിടിക്കാലോ എന്ന് കരുതിയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അവിടെ 2 സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് പോകുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ ചാലും അപ്പുറത്തൊരു സൈഡിൽ പാടമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിനി ഒരു തവണയും കൂടെ വരണം, മേമ്മമാരും അമ്മായിമാരൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈകി വിടത്താൻ, കാരണം ഞങ്ങൾ കണ്ണൂത്തുപാടത്തൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് അപ്പുറത്തൊരു സ്പോട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ കറങ്ങി അടിച്ച് വന്നതാണ്. അപ്പം കുറച്ചും കൂടെ ഒന്ന് വൈകി ഇരുട്ടായി തുടങ്ങി. അപ്പോൾ വീഡിയോയിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ വീടിന് തൊട്ടടുത്തെന്നൊക്കെ പറയുമ്പം അടിപൊളിയല്ലേ. അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. മധുക്കരയിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അങ്ങനെ അവിടെ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തി ഫ്രഷായിട്ട്. അപ്പുറത്തെ മാമൻ്റെ മക്കൾക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് ഇതാ പൊന്നൂസും മിനൂസൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച പോകാമായിരുന്നാണ് കേട്ടോ. അപ്പോഴാണ് മേഘന പറഞ്ഞത് കളിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് കളിയൊക്കെ കണ്ടിട്ട് തിങ്കളാഴ്ച രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു മേഘന. അപ്പം ഞാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതാ പൊന്നൂസും മിനൂസും അവിടെ നിന്നു. അവർ ഞായറാഴ്ച എന്ന് വന്നത്, ഞായറാഴ്ച തന്നെ തിരിച്ചു പോകാമായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആരും പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും അവിടെ നിന്നു. അപ്പോൾ അത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വേൾഡ് കപ്പ്, ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കളി കാണാതിരിക്കുന്നത്. ഈ ഫൈനലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ആ കളിയുടെ അവസ്ഥ അറിയാലോ, ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ. അവിടെ എല്ലാവരും അർജൻറ്റീന ഫാൻസാണ് കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ടീമൊന്നും ഞാൻ ഫുട്ബോൾ കളി കാണാറുമില്ല കേട്ടോ. വീട്ടിലെങ്ങാനും അച്ഛനും അനിയനൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കാണുന്നേ ഉള്ളൂ. ഇത്തവണ അങ്ങനെ ഞാൻ ഒരു കളി പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ നിരത്തി പിടിച്ചിരുന്ന് കളി കാണാൻ കേട്ടോ. വീക്കുന്നവരെല്ലാവരും അർജൻറ്റീന ഫാൻസാണ്. അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. രാവിലെ മേഘൻ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മായി രാവിലെ നല്ല അടിപൊളി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പൊന്നൂസും മിനുസും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പം ടാറ്റാ.